നമസ്കാരം. ആകാശഗംഗ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2026 മെയ് മാസത്തെ തുലാം രാശിക്കാരുടെ ജാതക വിശകലനമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഈ മാസം ഗ്രഹനിലയിൽ വളരെ അപൂർവവും നിർണായകവുമായ മാറ്റങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. 6ാം ഭാവത്തിൽ ശനിയും ചൊവ്വയും നിൽക്കുന്നുണ്ട്. അതുപോലെ 9ാം ഭാവത്തിൽ വ്യാഴത്തിൻ്റെ സാന്നിധ്യമുണ്ട്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു വഴിത്തിരിവിന് കാരണമാകുന്നതാണ്. കരിയറിലും കുടുംബജീവിതത്തിലും ഈ ഗ്രഹങ്ങളൊക്കെ എന്ത് ഫലങ്ങളാണ് നൽകുന്നത് എന്നതിനെപ്പറ്റിയാണ് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ആദ്യം ഗ്രഹങ്ങളുടെ സ്ഥിതി നോക്കാം. 5ാം ഭാവത്തിലാണ് രാഹു നിൽക്കുന്നത്. 6ാം ഭാവത്തിൽ ശനിയും കുജനും നിൽക്കുന്നു. അതുപോലെ 7ാം ഭാവത്തിൽ സൂര്യനും ബുധനും നിൽക്കുന്നു. 8ാം ഭാവത്തിലാണ് ശുക്രൻ നിൽക്കുന്നത്. 9ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നു. അതുപോലെ 11ാം ഭാവത്തിലാണ് കേതുവിൻ്റെ സ്ഥിതി. തുലാം രാശിക്കാരുടെ തൊഴിൽ എങ്ങനെ പോകുമെന്ന് നോക്കാം. 6ാം ഭാവത്തിൽ ശനിയും കുജനുമൊക്കെ ചേർന്ന് നിൽക്കുന്നത് കരിയറിലെ കഠിനമായ ഒരു മത്സരങ്ങളെയൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ചില വെല്ലുവിളികളൊക്കെ ഉണ്ടായേക്കാം. ചിലപ്പോൾ സഹപ്രവർത്തകരൊക്കെ നിങ്ങൾക്കൊരു എതിരാളികളൊക്കെയായി മാറാൻ സാധ്യതയുണ്ട്. എന്നാൽ 9ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നത് കൊണ്ട് ഈ തടസ്സങ്ങളെല്ലാം തരണം ചെയ്യാനും നിങ്ങളുടെ കഴിവൊക്കെ തെളിയിച്ച് മേലുദ്യോഗസ്ഥരുടെ പ്രശംസയൊക്കെ നേടാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. കഠിനാധ്വാനമൊക്കെ ചെയ്യുന്നവർക്ക് ഈ മാസം നല്ല നേട്ടങ്ങൾ തന്നെ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. ബിസിനസ് രംഗത്തുള്ളവർക്ക് 7ാം ഭാവത്തിൽ സൂര്യനും ബുധനുമൊക്കെ യോഗം ചെയ്ത് നിൽക്കുന്നത് അല്പം ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് പങ്കാളികളുമായുള്ള ബന്ധത്തിലൊക്കെ ചെറിയ വിള്ളലുകളൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. എങ്കിലും ഭാഗ്യസ്ഥാനത്ത് വ്യാഴമുള്ളതിനാൽ വിദേശത്തു നിന്നോ ദൂരസ്ഥലങ്ങളിൽ നിന്നോ ഒക്കെ ബിസിനസ് സംബന്ധമായ പുതിയ കരാറുകളൊക്കെ ലഭിക്കാനും സാധ്യതയുണ്ട്. 6ാം ഭാവത്തിൽ ശനി കുജൻ സംയോജിച്ച് നിൽക്കുന്നത് നിങ്ങളുടെ ബിസിനസ്സിലെയൊക്കെ എതിരാളികളെയൊക്കെ നേരിടാൻ നിങ്ങളെ പ്രാപ്തരാക്കുന്നതാണ്. 8ാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുന്നത് കാരണം പെട്ടെന്നുള്ള ലാഭനഷ്ടങ്ങൾക്കും ഒക്കെ സാധ്യതയുള്ളതിനാൽ ബിസിനസ്സിലൊക്കെ വലിയ റിസ്ക്കുകളൊക്കെ എടുക്കുമ്പോൾ സൂക്ഷിക്കേണ്ടതും ആണ്. മെയ് 15-ന് ശേഷം ശുക്രൻ്റെ രാശി മാറ്റം നിങ്ങളുടെ ബിസിനസ് ഇടപാടുകളിലൊക്കെ കൂടുതൽ വ്യക്തതയും ലാഭവും ഒക്കെ കൊണ്ടുവരാനും സാധ്യതയുണ്ട്. അതിനാൽ ഈ മാസത്തിൻ്റെ തുടക്കത്തിൽ അല്പം ക്ഷമയോടെ കാത്തിരിക്കുക. മെയ് പകുതിക്കൊക്കെ ശേഷം പുതിയ സംരംഭങ്ങളൊക്കെ ആരംഭിക്കുന്നത് വളരെയധികം ഗുണകരമായിരിക്കും. ഇനി സാമ്പത്തിക സ്ഥിതി എങ്ങനെയുണ്ടെന്ന് നോക്കാം. 11ാം ഭാവത്തിൽ കേതു നിൽക്കുന്നത് വരുമാനത്തിൽ ചെറിയ ചില ചാഞ്ചാട്ടങ്ങളെ ഒക്കെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്രതീക്ഷിതമായിട്ട് ചില ചിലവുകളൊക്കെ വന്നു ചേരാനും സാധ്യതയുണ്ട്. എന്നാൽ ഭാഗ്യസ്ഥാനത്ത് വ്യാഴം നിൽക്കുന്നത് ആണ് ഈ മാസത്തെ ഏറ്റവും അനുകൂലമായ ഘടകം. പാരമ്പര്യമായിട്ടുള്ള സമ്പത്തിൽ നിന്നോ അല്ലെങ്കിൽ പഴയ നിക്ഷേപങ്ങളിൽ നിന്നോ ഒക്കെ നിങ്ങൾക്ക് സാമ്പത്തിക സഹായമൊക്കെ ലഭിച്ചേക്കാം. ഈ മാസം അനാവശ്യമായ കടബാധ്യതകളൊക്കെ ഉണ്ടാകാതെ നോക്കുക. 6ാം ഭാവത്തിൽ ശനി കുജനൊക്കെ യോഗമുള്ളതുകൊണ്ട് പഴയ കടങ്ങളൊക്കെ തിരിച്ചടയ്ക്കാൻ ഈ സമയം ഉപയോഗപ്പെടുത്തുന്നത് വളരെയധികം ഗുണകരമാണ്. ഇനി കുടുംബജീവിതം എങ്ങനെയുണ്ടെന്ന് നോക്കാം. 7ാം ഭാവത്തിൽ രവിയും ബുധനുമൊക്കെ ചേർന്ന് നിൽക്കുന്നത് കുടുംബജീവിതത്തിൽ ചില ചെറിയ തർക്കങ്ങൾക്കൊക്കെ വഴിയൊരുക്കാം. പ്രത്യേകിച്ച് ഇണയുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ അമിതമായിട്ടുള്ള വാദപ്രതിവാദങ്ങളൊക്കെ ഒഴിവാക്കുന്നതാണ് നല്ലത്. 8ാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുന്നത് കുടുംബത്തിലെ സ്ത്രീകളുടെ ആരോഗ്യകാര്യത്തിൽ അല്പം ശ്രദ്ധയൊക്കെ വേണമെന്നാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ 9ാം ഭാവത്തിലെ വ്യാഴത്തിൻ്റെയൊക്കെ അനുഗ്രഹം ഉള്ളതിനാൽ ഏത് പ്രശ്നത്തെയും പരിഹരിക്കാനുള്ള പക്വതയും ക്ഷമയും ഒക്കെ നിങ്ങൾക്ക് ഈ മാസം ലഭിക്കുന്നതാണ്. കുടുംബത്തിലെ സന്തോഷമൊക്കെ നിലനിർത്താൻ അല്പം വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യേണ്ടതും അത്യാവശ്യമാണ്. ഇനി വിദ്യാർത്ഥികളുടെ കാര്യം നോക്കാം. 5ാം ഭാവത്തിൽ രാഹു നിൽക്കുന്നത് വിദ്യാർത്ഥികൾക്ക് അല്പം അലസതയും പഠനത്തിൽ അനാവശ്യമായ ആശയക്കുഴപ്പങ്ങളും ഒക്കെ ഉണ്ടാക്കിയേക്കാം. എങ്കിലും 9ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നത് നിങ്ങളുടെ ജ്ഞാനത്തെയും ബുദ്ധിയെയും ഒക്കെ സംരക്ഷിക്കുന്നുണ്ട്. മത്സര പരീക്ഷകൾക്കൊക്കെ തയ്യാറെടുക്കുന്നവർക്ക് ശനി കുജനൊക്കെ 6ാം ഭാവത്തിൽ നിൽക്കുന്നത് വളരെയധികം ഗുണകരമാണ്. ഇത് നിങ്ങളുടെ ഏകാഗ്രതയൊക്കെ വർദ്ധിപ്പിക്കാനും കഠിനമായ വിഷയത്തെ പോലും എളുപ്പത്തിലൊക്കെ പഠിച്ചെടുക്കാനും നിങ്ങളെ സഹായിക്കുന്നതാണ്. ഉന്നത പഠനത്തിനായിട്ട് വിദേശത്തോ അല്ലെങ്കിൽ ദൂരസ്ഥലങ്ങളിലോ ഒക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ മാസം അനുകൂലമായ പല അവസരങ്ങളും വന്നു ചേരുന്നതുമാണ്. ഇനി വളരെ പ്രധാനപ്പെട്ട കാര്യം ആരോഗ്യം എങ്ങനെയുണ്ടെന്ന് നോക്കാം. 6ാം ഭാവത്തിൽ ശനി കുജൻ ഒക്കെ സംയോഗം ചെയ്ത് നിൽക്കുന്നത് ആരോഗ്യകാര്യത്തിൽ അല്പം ജാഗ്രത ആവശ്യപ്പെടുന്നുണ്ട്. ഇത് പ്രധാനമായും ദഹന പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. അല്ലെങ്കിൽ രക്തസമ്മർദ്ദം, ചെറിയ മുറിവുകളൊക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ട്. 5ാം ഭാവത്തിൽ രാഹു നിൽക്കുന്നത് മൂലം മാനസികമായ സമ്മർദ്ദങ്ങളോ അല്ലെങ്കിൽ അസ്വസ്ഥതകളോ ഒക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഇനി എന്തൊക്കെ പരിഹാരങ്ങൾ ചെയ്താൽ ഈ മാസം ഗുണകരമാക്കിയെടുക്കാം എന്ന് നോക്കാം. ശനി കുജനുമൊക്കെ യോഗം ചെയ്ത് നിൽക്കുന്നത്
അതിൻ്റെ ദോഷമൊക്കെ കുറയ്ക്കാൻ എല്ലാ ചൊവ്വാഴ്ചയും ഹനുമാൻ ചാലിസയൊക്കെ ചൊല്ലുന്നത് നന്നായിരിക്കും. അതുപോലെ ശനീശ്വരന് നീരാഞ്ജനം വഴിപാട് ശനിയാഴ്ച തോറും കഴിപ്പിക്കുന്നതും ഗുണകരമാണ്. അതുപോലെ രാഹുവിൻ്റെ അസ്വസ്ഥതയൊക്കെ കുറയ്ക്കാൻ ദിവസവും കുറച്ച് സമയം ധ്യാനത്തിലൊക്കെ ഏർപ്പെടുന്നത് വളരെയധികം നല്ലതാണ്. അതുപോലെ വെള്ളിയാഴ്ചകളിൽ ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നതിന് നിങ്ങളെ സഹായിക്കുന്നതാണ്. വിദ്യാർത്ഥികൾ ബുധനാഴ്ചകളിൽ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും വളരെയധികം ഗുണകരമാണ്. മെയ് 2026 തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വെല്ലുവിളികളും നേട്ടങ്ങളും ഒക്കെ ഒരുപോലെ ഉണ്ടാകുന്ന ഒരു മാസമാണ്. 6ാം ഭാവത്തിൽ ശനി കുജനൊക്കെ നിൽക്കുന്നത് നിങ്ങളുടെ കഠിനാധ്വാനമൊക്കെ ചെയ്യാനുള്ള കരുത്ത് നൽകുമ്പോൾ 9ാം ഭാവത്തിലെ വ്യാഴം നിങ്ങൾക്ക് ഭാഗ്യം നൽകി നിങ്ങളെ കാത്തുരക്ഷിക്കുന്നതാണ്. ഈ മാസം നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. മറ്റുള്ളവരുടെയൊക്കെ വിമർശനങ്ങൾക്കൊക്കെ ചെവി കൊടുക്കാതിരിക്കുക. ആത്മവിശ്വാസത്തോടെയൊക്കെ ഈ മാസം മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.